മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം നാളെ സർക്കാർ രൂപീകരിക്കും. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള കൂട്ടായ ചർച്ചകൾ മുംബൈയിൽ സജീവമാണ്. എൻസിപി അധ്യക്ഷൻ അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. 6 പതിറ്റാണ്ടിനിടെ ആദ്യമായി മഹാരാഷ്ട്രയിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല. അതേസമയം ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ സർക്കാർ നവംബർ 28-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യും. സിബി ജോസഫ് വിശദമായ വിവരങ്ങളുമായി ചേരുകയാണ്. അസിത, മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം വളരെ വലിയ വിജയമാണ് നേടിയത്. ഇനിയിപ്പോൾ മന്ത്രിസഭാ രൂപീകരണമാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കോൻ ബനേഗ മഹായുതി CM എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ BJP മുഖ്യമന്ത്രി അല്ലെങ്കിൽ BJP തന്നെ മുഖ്യമന്ത്രി സ്ഥാനം എടുത്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുകയാണ്. കൂടാതെ RSSന്റെ നേതാവായ മോഹൻ ഭഗവത്ത് ഇത്തരത്തിൽ BJPക്ക് നിർദ്ദേശം നൽകിയത് BJPയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി മതി, അത് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേരുൾപ്പെടെ എല്ലാ നിലയും ആ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് ആയിരിക്കും മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് ഉടൻ തന്നെ ഈ കാര്യത്തിൽ തീരുമാനം അന്തിമമായി BJP ദേശീയ നേതൃത്വം അറിയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഏകനാഥ് ഷിൻഡെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്നൊരു അഭിപ്രായം കൂടി ശിവസേന ഉയർത്തുന്നുണ്ട്. കാരണം ഏകനാഥ് ഷിൻഡെയുടെ ഒരു വലിയ ഒരു എഫക്റ്റ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് ശിവസേന അവകാശപ്പെടുന്നു. ലഡ്കി ബെഹൻ അടക്കമുള്ള ഷിൻഡെ സർക്കാരിൻ്റെ പദ്ധതികൾ വളരെ വലിയ രീതിയിൽ ഈ ഒരു മഹായുതി സഖ്യത്തിൻ്റെ മുന്നേറ്റത്തിന് സഹായിച്ചു. അതുകൂടാതെ മറാത്തി സംവരണം എന്ന നിലയിൽ കൂടി മറാത്തി വിഭാഗത്തിൽ നിന്നുള്ള ഷിൻഡെയെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാമെന്നൊരു ആവശ്യം കൂടി ശിവസേന ഉയർത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ശിവസേനയുടെ MLA-മാരുടെ യോഗം മുംബൈയിൽ ചേർന്നിരുന്നു. അതുകൂടാതെ ഒരു 2.5 വർഷമെങ്കിലും ഏകനാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് അവസരം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് ശിവസേന ഉയർത്തുന്നത്. എന്നാൽ NCP അജിത് പവാർ പക്ഷവും എല്ലാം തന്നെയും തങ്ങൾക്കും പ്രാതിനിധ്യം വേണമെന്ന അവകാശവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നിപ്പോൾ അജിത് പവാറിൻ്റെ വസതിയിൽ MLA-മാരുടെ യോഗം ചേരുകയും അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് BJPക്ക് വളരെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് 134 സീറ്റിൽ വിജയിച്ച BJPക്ക് 11 സീറ്റുകൾ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് ഇനി ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ ഒരു മൃഗീയ ഭൂരിപക്ഷം ഉൾപ്പെടെ കിട്ടിയ സാഹചര്യത്തിൽ BJPയുടെ മുഖ്യമന്ത്രിയായി തന്നെ അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം തന്നെ മഹാരാഷ്ട്രയിൽ ഒരു പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 50% പോലും അല്ലെങ്കിൽ 50 സീറ്റ് പോലും ലഭിക്കാത്ത ഒരു മഹാവികാസ് അഗാഡി സഖ്യത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലാതെയാണ് ഇനി വരുന്ന 5 വർഷക്കാലം മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ പോകുന്നത്. അസിത, ജാർഖണ്ഡിലേക്ക് പോയാൽ ജാർഖണ്ഡിൽ JMM വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. അവിടെ 81 സീറ്റിൽ 56 സീറ്റുമായി ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിൽ എത്തുകയാണ്. എന്തായാലും JMM അവിടെ 34 സീറ്റിൽ വിജയിച്ച് വളരെ വലിയൊരു മുന്നേറ്റമാണ് നടത്തിയത്. JMMന്റെ തേരോട്ടം തന്നെയായിരുന്നു ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമുണ്ടായിരുന്നില്ല. ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ തുടരും. ഇന്നിപ്പോൾ റാഞ്ചിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തെ തീരുമാനത്തിൽ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഐക്യകണ്ഠ്യേന ഈ ഒരു തീരുമാനം പാസ്സാക്കുകയും പിന്നീട് ഹേമന്ത് സോറൻ തന്നെ താൻ മുഖ്യമന്ത്രിയാകുമെന്നും മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഗവർണറെ കണ്ടതായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നവംബർ 28-ന് ചൊവ്വാഴ്ച ഹേമന്ത് സോറൻ സർക്കാർ അധികാരമേൽക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങെല്ലാം നിലയും ഗംഭീരമായ ചടങ്ങുകൾ നടത്താനാണ് JMM സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഹേമന്ത് സോറൻ്റെ തീരുമാനം. രാജീവ് ഗാന്ധിയും അതോടൊപ്പം തന്നെ മറ്റുള്ള അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ പങ്കെടുക്കും. ബംഗാളിലെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്കും സമാജ്വാദി പാർട്ടി അധ്യക്ഷനായ അഖിലേഷ് യാദവിന് അടക്കമെല്ലാം തന്നെയും ക്ഷണമുണ്ട്. അങ്ങനെ വളരെ വലിയ വിപുലമായ ആഘോഷ പരിപാടിയോടെ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ JMM തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം BJP സർക്കാർ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഹേമന്ത് സോറൻ ജയിലിലടക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയെല്ലാം ചെയ്തിരുന്നു. ഇതിനെല്ലാം തന്നെ ഒരു മധുര പ്രതികാരം കൂടിയായിരുന്നു ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദിവാസി ഗോത്ര മേഖലയെല്ലാം തന്നെയും വളരെ വലിയ സ്വാധീനം JMM-നുണ്ട് എന്ന് ഈ തവണയും തെളിയിക്കാൻ കഴിഞ്ഞു. സ്വാഭാവികമായും JMM സർക്കാർ ഈ നവംബർ 28-ാം തീയതി അധികാരമേൽക്കുമ്പോൾ അത് BJPക്കും NDAയ്ക്കും ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. അസിത, സിബി ജോസഫാണ് ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്.